സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങളുടെ സ്വന്തം ബ്രെയിൻ്റെ മേലെ നിങ്ങൾക്ക് എത്രത്തോളം കൺട്രോൾ ഉണ്ട്? സത്യത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന അത്ര പോലും ഇല്ല എന്ന് പറഞ്ഞേക്കാണെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റുമോ? കാരണം ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം പോലും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ വന്നാൽ നിങ്ങളുടെ ഫിംഗർ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഫോണിലോട്ട് പോകും. ഇത് ഒരു കോയിൻസിഡൻസ് അല്ല. $1 ബില്യൺ കമ്പനീസ് വർഷങ്ങളോളം റിസർച്ച് ചെയ്ത് ഡിസൈൻ ചെയ്തതാണ് നിങ്ങളുടെ ഈ ഒരു റിയാക്ഷൻ. പക്ഷേ ഇത് വെറും ഡിസ്ട്രാക്ഷൻസിൻ്റെ മാത്രം കഥയല്ല. മെമ്മറിയും തിങ്കിങ്ങും അറ്റൻഷനും നമ്മൾ അറിയാതെ തന്നെ ഇപ്പോൾ മെഷീൻ ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിയൽ ക്വസ്റ്റ്യൻ ഇതാണ്: 20 വർഷം കഴിഞ്ഞിട്ട് ആ ബ്രെയിൻ്റെ നിയന്ത്രണം എത്രത്തോളം നിങ്ങളുടേതായിരിക്കും? ഇതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രധാന പേർപ്പസിന് വേണ്ടിയിട്ടാണ്. സർവൈവൽ, ഫുഡ് എവിടെയാണെന്ന് ഓർക്കാൻ, ഡേഞ്ചർ എവിടെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ, ഒരു ഗ്രൂപ്പിൽ ജീവിക്കാൻ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ഇവോൾവ് ചെയ്ത് വന്ന ആ സിസ്റ്റമാണ് നമ്മുടെ ബ്രെയിൻ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ബ്രെയിന് സ്മാർട്ട് ഫോൺസിൻ്റെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയൻ്റെയോ മനസ്സിൽ വെച്ചിട്ടല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതൊക്കെ വന്നിട്ട് ഒരു 15 മുതൽ 20 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. എവല്യൂഷൻ ഇത്ര ഫാസ്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന ഒന്നല്ല. പക്ഷേ നമ്മുടെ ബ്രെയിനിന് ഒരു സൂപ്പർ പവർ ഉണ്ട്. അതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നോ, എന്ത് റിപ്പീറ്റഡ്ലി നിങ്ങൾ തിങ്ക് ചെയ്യുന്നോ, എന്ത് സ്കില്ല് വീണ്ടും വീണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ബ്രെയിനിലെ ന്യൂറോണൽ കണക്ഷൻസ് മാത്രമല്ല അതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ പോലും മാറും. ഇതിനൊരു ഫേമസ് ആയിട്ടൊരു എക്സാമ്പിൾ ഉണ്ട്. ലണ്ടനിലെ ടാക്സി ഡ്രൈവേഴ്സിനെ കുറിച്ചിട്ടുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റഡി. അവർക്ക് GPS ഇല്ലാതെ 25,000-ലധികം സ്ട്രീറ്റ്സ് മനഃപ്പാടമായിട്ട് അറിയണം. റിസർച്ചേഴ്സ് അവരുടെ ബ്രെയിൻ സ്കാൻ ചെയ്തപ്പോൾ മെമ്മറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിപ്പോകാമ്പസ് എന്ന ഭാഗം സാധാരണ ആളുകളെക്കാൾ വലുതാണെന്ന് കണ്ടെത്തി. നമ്മുടെ നാട്ടിൽ ഇത് കാണാൻ പറ്റും. പഴയ കാലത്തുള്ള ഓട്ടോ ഡ്രൈവേഴ്സ് ഒരു അഡ്രസ്സ് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ GPS ഇല്ലാതെ തന്നെ ഏത് വഴിയിൽ കൂടെ കൊണ്ടുപോകും. ആ ഒരു സ്കില്ല് ബ്രെയിനിൽ വർഷങ്ങളോളം പ്രാക്ടീസ് കൊണ്ട് ബിൽഡ് ആയതാണ്. എന്തുകൊണ്ട്? കാരണം ആ ഒരു പാർട്ട് എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ബ്രെയിന് ഒരു മസിൽ പോലെയാണ്. ഏത് സർക്യൂട്ടാണ് കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് സ്ട്രോങ്ങർ ആവും. യൂസ് ചെയ്യാതെ വിട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രാജുവലി വീക്ക് ആവാൻ തുടങ്ങും. പക്ഷേ ഇവിടെയാണ് കാര്യങ്ങൾ റിയലി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഇന്ന് നമ്മൾ വഴികൾ ഓർക്കാറില്ല. ഗൂഗിൾ മാപ്സ് ആണ് നമുക്ക് വഴി കാണിച്ചിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫോൺ നമ്പേഴ്സ് നമ്മൾ ഓർക്കാറില്ല. ഫോണിലാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫാക്സ് നമ്മൾ ഓർക്കാറില്ല. ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫാക്സും കിട്ടും. നമ്മളിൽ എത്ര പേർക്ക് നമ്മുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മേൻ്റെയോ ഫോൺ നമ്പർ കോൺടാക്ട് ആപ്പ് ഇല്ലാതെ ഓർമ്മയുണ്ട്? പണ്ട് 10-ലധികം നമ്പേഴ്സ് നമ്മൾ മനപ്പാടായിട്ട് ഓർമ്മ ഉണ്ടായിരിക്കും. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ആ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ ഹിപ്പോകാമ്പസ് കോൺസ്റ്റന്റ് പ്രാക്ടീസിലൂടെ ഗ്രോ ചെയ്തതുപോലെ നമ്മളെ മെമ്മറിക്കായിട്ട് നമ്മൾ കുറച്ച് മാത്രം യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഹിപ്പോകാമ്പസിന് എന്താണ് സംഭവിക്കുന്നത്? സയൻറ്റിസ്റ്റ് ഈ ഒരു ഫിനോമിനൽ ഒരു പേര് കൊടുത്തിട്ടുണ്ട്: ഗൂഗിൾ എഫക്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ അംനേഷ്യ. 2011 കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചർ ബെറ്റ്സി സ്പാരോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ് നടത്തി. കുറച്ച് ആളുകൾക്ക് ചില ഫാക്ട്സ് കൊടുത്തു. അതിൽ ചിലത് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുമെന്ന് അവരടുത്ത് പറഞ്ഞു, ചിലത് സേവ് ചെയ്യില്ലെന്നും പറഞ്ഞു. റിസൾട്ട്സ് വളരെ സർപ്രൈസിങ് ആയിരുന്നു. സേവ് ആകുമെന്ന് അറിയുന്ന കുറച്ച് ഫാക്ട്സ് ആളുകൾ ഓർത്ത് വെക്കാൻ ശ്രമിച്ചതേ ഇല്ല. പക്ഷേ ആ ഫാക്ട്സ് എവിടെ ഫൈൻഡ് ചെയ്യണമെന്ന് അവർക്ക് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടായിരുന്നു. ഇതിൻ്റെ മീനിങ് മനസ്സിലായോ? നമ്മുടെ ബ്രെയിന് ഇപ്പോൾ ഫാക്ട്സ് സ്റ്റോർ ചെയ്യുന്നതിനേക്കാൾ ആ ഫാക്ട്സ് എവിടെ കിട്ടും എന്നതാണ് ഇപ്പോൾ ഓർത്ത് വെക്കുന്നത്. കേരളത്തിലൊരു കോളേജ് സ്റ്റുഡൻറ്റിനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് പഠിച്ച ഫോർമുലാസ് ഒരു വീക്ക് കഴിഞ്ഞൊക്കെയാണെന്നുണ്ടെങ്കിൽ മറന്നു പോകും. പക്ഷേ ChatGPTയിലെ ഒരു ഫോർമുല എങ്ങനെ ചോദിക്കണമെന്ന് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവും. ഒരു രീതിയിൽ നോക്കിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി സ്മാർട്ടാണ്. കാരണം ബ്രെയിൻ്റെ കപ്പാസിറ്റി അൺലിമിറ്റഡ് അല്ല. ഗൂഗിളിൽ ഓൾറെഡി ഉള്ള ഫാക്ട്സ് വീണ്ടും നമ്മൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. പക്ഷേ ഇവിടെയാണ് ഒരു ഡീപ്പർ ക്വസ്റ്റ്യൻ വരുന്നത്. മെമ്മറീസ് എന്നതൊരു വെറും ഫാക്ട്സിൻ്റെ മാത്രം കളക്ഷൻ അല്ല. നമ്മുടെ മെമ്മറീസ്, നമ്മുടെ എക്സ്പീരിയൻസ്, അതൊക്കെയാണ് നമ്മൾ ആരാണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ മെമ്മറിയുടെ ഒരു ഭാഗം ടെക്നോളജിക്ക് ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ നമ്മളെ ഒരു ഭാഗം കൂടിയാണ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. ബട്ട് ദിസ് ഈസ് ഓൺലി ദ ബിഗിനിങ്. കാരണം ഇപ്പോൾ മെമ്മറീസ് മാത്രമല്ല, തിങ്കിങ് തന്നെ ഔട്ട്സോഴ്സ് ചെയ്യാൻ നമ്മൾ തുടങ്ങിയിരിക്കുന്നു. AI ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എഴുതണോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മൾ കൺഫ്യൂസ് ആണോ, നമ്മളെല്ലാം AIനോട് ചോദിക്കും. ഇത്തരം ഒരു കാര്യം ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ കോഗ്നിറ്റീവ് ലോഡ്, അതായത് ചിന്തിക്കാൻ നമ്മൾ എടുക്കുന്ന ആ ഒരു മെൻ്റൽ എഫേർട്ട് ഒരു എക്സ്റ്റേണൽ സിസ്റ്റത്തിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇനിയാണ് ചോദ്യം, ഇത് നമുക്ക് ഗുണമാണോ അല്ലെങ്കിൽ ദോഷമാണോ? സത്യം പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുമാണ്. ആദ്യം നമുക്ക് പോസിറ്റീവായിട്ടുള്ള സൈഡ് നോക്കാം. AI ഇന്ന് മനുഷ്യരെ പുതിയ ഹൈറ്റ്സിലോട്ട് എത്തിക്കാൻ സഹായിക്കുകയാണ്. ഒരു സ്റ്റുഡൻറ്റിന് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഇന്ന് AIക്ക് പറ്റും. അല്ലെങ്കിൽ ഒരു ഡോക്ടറിന് റയർ ഡിസീസ് വേഗത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇന്ന് AI വലിയൊരു സപ്പോർട്ടാണ്. ഉദാഹരണത്തിന് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ഒരു ടെക്നിക്കൽ റിപ്പോർട്ട് വേഗത്തിൽ ഡ്രാഫ്റ്റ് ചെയ്യാനും ക്ലയൻറ്റിനോട് പറയേണ്ട കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് സ്ട്രക്ചർ ചെയ്യാനും AI സഹായിക്കും. മുമ്പ് ഹവേഴ്സ് എടുത്തിരുന്ന ആ ഒരു കാര്യം ഇന്ന് മിനിറ്റ്സുകൾ കൊണ്ട് പറ്റും. ക്രിയേറ്റിവിറ്റിയിലും ഇതേ സ്റ്റോറി തന്നെയാണ്. അതായത് മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ്, റൈറ്റേഴ്സ് പലരും AIയെ ഇന്നൊരു കൊലാബറേറ്റർ ആയിട്ടാണ് കാണുന്നത്. അത് കംപ്ലീറ്റ്ലി റീപ്ലേസ്മെൻ്റ് ആയിട്ടല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ കൂടുകയാണ്. മുമ്പ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പോൾ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഹിയർ ഈസ് വാട്ട് ഇറ്റ് ഗെറ്റ് ഈവൻ സ്ട്രേഞ്ചർ. റിസർച്ചേഴ്സ് ഇപ്പോൾ പുതിയ കോൺസെപ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്: കോഗ്നിറ്റീവ് ഓഫ്ലോഡിങ്.
MIT 2025 നടന്ന ഒരു സ്റ്റഡി ChatGPT യൂസ് ചെയ്തുകൊണ്ട് എസ്സേ എഴുതിയവരും സ്വന്തമായിട്ട് എസ്സേ എഴുതിയവരെയും ബ്രെയിൻ ആക്ടിവിറ്റി കമ്പയർ ചെയ്തപ്പോൾ AI യൂസ് ചെയ്തവരിൽ ബ്രെയിനിൽ ചില നെറ്റ്വർക്കിൽ ആക്ടിവിറ്റി കുറവായിരുന്നു, പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ. 2 സ്റ്റുഡൻസ് ഒരേ അസൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഒരാൾ ChatGPTയുടെ ആൻസർ അതേപടി കോപ്പി പേസ്റ്റ് ചെയ്യാം, മറ്റേ ആൾ AI ഡ്രാഫ്റ്റ് വായിച്ച് തിരുത്തി സ്വന്തം റീസണിങ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്നു. രണ്ടുപേരും AI യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ, പക്ഷേ അവരുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ഐഡിയ വളരെ സിമ്പിളാണ്. ഒരു മസിൽ എക്സസൈസ് ചെയ്യാതിരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ അത് പതിയെ വീക്കാകുന്നത് പോലെ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മെൻ്റൽ എഫേർട്ട് നമ്മൾ സ്ഥിരമായിട്ട് AIക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് എനിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു തിങ്കിങ് അബിലിറ്റി കാലക്രമേണ വീക്കാകാൻ സാധ്യതയുണ്ട്. ഇത് റിസർച്ചേഴ്സ് ഇപ്പോൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എമേർജിങ് പാറ്റേൺ ആണ്. സ്റ്റഡീസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് വളരെ വലുതായിരിക്കും. ഒരു ചോദ്യം, അവസാനമായിട്ട് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പ്രോബ്ലം നിങ്ങൾ AIയുടെയോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടൂളിൻ്റെ സഹായമില്ലാതെ സ്വന്തം ബ്രെയിൻ മാത്രം ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്തത് എപ്പോഴാണ്? ഇനി ഇതിലോട്ട് വേറൊരു ലെയർ കൂടെ ഞാൻ ആഡ് ചെയ്യാം. അറ്റൻഷൻ. ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഷോർട്സ്, ഈ ആപ്സ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു മെയിൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെ കഴിയുന്നത്ര എൻഗേജ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട്. ഓരോ സ്വൈപ്പിലും ബ്രെയിനിലെ ഡോപ്പമൈൻ ആയിട്ടുള്ള കെമിക്കൽ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഓരോ വീഡിയോ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്തായിരിക്കും എന്ന ക്യൂരിയോസിറ്റിയാണ് നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം. പക്ഷേ പ്രശ്നം അവിടെയാണ്, ബ്രെയിന് ഈ ഫാസ്റ്റ് റിവാർഡ് സൈക്കിളിനോട് പതിയെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ സ്ലോ ആയതും അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് റിവാർഡ് തരാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, എക്സാമ്പിൾ ഒരു ബുക്ക് വായിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ലെക്ചർ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഡീപ്പ് കോൺവെർസേഷനിൽ നമ്മൾ ഇരിക്കുന്നതോ, ഇതൊക്കെ നമുക്ക് പതിയെ ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങളൊരു സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ഒരു 3 hour മൂവി ഫോൺ ടച്ച് ചെയ്യാതെ 1 സിറ്റിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പലർക്കും ഇന്ന് ഇതൊരു ബുദ്ധിമുട്ടാണ്. ഒരു 10 വർഷം മുന്നേ ഇതൊരു ബുദ്ധിമുട്ടേ ആയിരുന്നില്ല. മൈക്രോസോഫ്റ്റ് റീസെൻ്റ്ലി നടത്തിയ ഒരു വൈഡ്ലി സൈറ്റഡ് സ്റ്റഡി ഹ്യൂമൻ അറ്റൻഷൻ സ്പാൻ കുറയുന്നതെന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റഡിയിലെ സ്പെസിഫിക് നമ്പേഴ്സ് പിന്നീട് ചില റിസർച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ക്ലിയർ ആണ്, ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ ഒരു കാര്യം ദീർഘനേരം ഫോക്കസ് ചെയ്യാണ്ടിരിക്കുന്ന ആബിലിറ്റി മുമ്പത്തേക്കാൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സോ വാട്ട് ഹാപ്പൻ ഇഫ് ദിസ് കണ്ടിന്യൂസ് അനദർ 20 years? ഇനി കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് ചിന്തിക്കാം. ഇയർ 2050. ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്പെക്കുലേഷൻസ് ആണ്. ഇത് പ്രൂവൺ സയൻസ് ഒന്നുമല്ല. പക്ഷേ ഇന്നുള്ള ടെക്നോളജിയും അല്ലെങ്കിൽ കറണ്ട് ട്രെൻഡ്സും നോക്കിയിട്ട് സയൻറ്റിസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു പോസിബിൾ ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ ഉണ്ട്. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസസ്. ഞാനിപ്പം പറയാൻ പോകുന്നത് സയൻസ് ഫിക്ഷൻ അല്ല, ഇപ്പോഴേ റിയാലിറ്റി ആയിട്ട് തുടങ്ങി കഴിഞ്ഞിരിക്കും. ന്യൂറാലിങ്ക് പോലത്തുള്ള കമ്പനീസ് ബ്രെയിനിൻ്റെ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്ത് നമ്മുടെ തോട്ട്സ് നേരിട്ട് കമ്പ്യൂട്ടർ കമാൻഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ ഇതിനകം തന്നെ ചില പാരലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് സ്വന്തം തോട്ട്സ് മാത്രം യൂസ് ചെയ്തിട്ടും കേഴ്സർ മൂവ് ചെയ്യാനും അതുപോലെ തന്നെ റോബോട്ട് ആംസ് കൺട്രോൾ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ന്യൂറാലിങ്കിൻ്റെ ആദ്യത്തെ ഹ്യൂമൻ പേഷ്യൻസ് ചെസ്സ് കളിക്കാനും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കേഴ്സർ മൂവ് ചെയ്യാനും തൻ്റെ തോട്ട്സ് മാത്രം ഉപയോഗിച്ചിട്ട് പഠിച്ച് ഒരു സിംഗിൾ ഫിംഗർ പോലും മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നിട്ട്. മെഡിക്കൽ ഫീൽഡിൽ ഇത് ഇന്ന് ശരിക്കൊരു ബ്രേക്ക് ത്രൂ ആണ്. പക്ഷേ ഈ ടെക്നോളജി ഹെൽത്തി ഹ്യൂമൻസിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ടൈപ്പ് ചെയ്യാതെ തോട്ട്സ് മാത്രം കൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിക്കാതെ നോളേജ് നേരിട്ട് ബ്രെയിനിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സയൻസ് ഫിക്ഷൻ പോലെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഒരു കാര്യം ഓർക്കാം, 20 വർഷം മുന്നേ നമ്മൾ ഇന്ന് ഈ പോക്കറ്റ് കൊണ്ട് നടക്കുന്ന ഈ സ്മാർട്ട് ഫോൺസ് പോലും നമുക്ക് പണ്ട് പല ആൾക്കാർക്കും സയൻസ് ഫിക്ഷൻ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് റിയൽ ക്വസ്റ്റ്യൻ വരുന്നത്. AIയും ടെക്നോളജിയും നമ്മൾ ചെയ്യാവുന്ന കുറേ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങുമ്പോൾ മനുഷ്യർക്ക് ബാക്കിയുള്ള സ്കിൽസ് എന്തൊക്കെയായിരിക്കും? ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയണിയുണ്ട്. AIക്ക് ഫാക്ട്സ് അറിയാം, കാൽക്കുലേഷൻസ് ചെയ്യാം, സെക്കൻഡ്സിനുള്ളിൽ ഇൻഫോർമേഷൻസ് ഫൈൻഡ് ചെയ്യാം. ഇതിലൊക്കെ പലപ്പോഴും മനുഷ്യരെക്കാൾ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ AIക്ക് പറ്റും. പക്ഷേ ഇപ്പോഴും AIക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. അതായത് ജെന്യൂൻ ഹ്യൂമൻ കണക്ഷൻസ്, ലിവ്ഡ് എക്സ്പീരിയൻസ്, എത്തിക്കൽ ജഡ്ജ്മെൻ്റ് ഉള്ള വിസ്റ്റം. ഏറ്റവും പ്രധാനമായിട്ട് ഷോർട്ട് കട്ട് ഒന്നുമില്ലാതെ ഒരു പ്രോബ്ലത്തിനെക്കുറിച്ച് ദീർഘനേരം ആഴത്തിൽ ചിന്തിക്കാനുള്ള ആ ഒരു കഴിവ്. അതിനാൽ ഫ്യൂച്ചറിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സ്കില്ല് ഫാക്ട്സ് ഓർത്ത് വെക്കുന്ന എന്നല്ല. കാരണം ഫാക്ട്സ് ഇന്ന് എല്ലാവർക്കും ഒരു ക്ലിക്കിനകലെയാണ്. ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സ്കില്ലായിരിക്കുക ശരിയായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള എബിലിറ്റി, ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി, ഒപ്പം ഉടനെ ആൻസർ കിട്ടാത്ത ഒരു ഡിഫിക്കൽട്ട് പ്രോബ്ലത്തിന് മുന്നിലിരുന്നിട്ട് നമ്മളെ മെൻ്റൽ ഡിസ്കംഫേർട്ട് ടോളറേറ്റ് ചെയ്ത് സ്വന്തം ബ്രെയിൻ കൊണ്ട് അതിലൂടെ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി. ബ്രെയിനും വർക്കൗട്ട് വേണം. ജിമ്മിൽ നമ്മളെ ബോഡി ട്രെയിൻ ചെയ്യുന്നത് പോലെ തന്നെ ബ്രെയിനും നമ്മൾ ട്രെയിൻ ചെയ്യണം. ഡിഫിക്കൽട്സ് ബുക്ക് വായിക്കുക, അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക, ഒരു മീനിങ് ആയിട്ടുള്ള കോൺവെർസേഷനിൽ നമ്മൾ ആഴത്തിൽ എൻഗേജ് ആവാൻ ശ്രമിക്കുക. ഇതൊക്കെ ഇനിയൊരു ലക്ഷറി മാത്രമൊന്നല്ല, ഇതൊക്കെ നെസസിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള മൊമെൻറ്റിലാണ് ജീവിക്കുന്നത്. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ബ്രെയിന് അതിനെ ഷേപ്പ് ചെയ്ത എവല്യൂഷനേക്കാൾ വേഗത്തിൽ മാറുന്ന ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മെമ്മറീസ് ഗൂഗിളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, തിങ്കിങ്ങിൻ്റെ ഒരു ഭാഗം AIയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, അറ്റൻഷൻ നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് കൊടുത്തു. ഇത് നല്ലതാണോ അതോ ചീത്തയാണോ? ഒറ്റ വാക്കിൽ ഇതിന് ആൻസർ പറയാൻ പറ്റില്ല. കാരണം ടെക്നോളജി ഒരു വലിയൊരു പവറാണ്. പക്ഷേ എല്ലാ പവറിൻ്റെ കൂടെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിയും വരും.
ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റാണ്. ജീവിതകാലം മുഴുവൻ നമ്മുടെ ബ്രെയിന് മാറാനും അതുപോലെ തന്നെ അഡാപ്റ്റ് ചെയ്യാനും കഴിയുന്നത് എന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതേ ഗിഫ്റ്റ് ഒരു റെസ്പോൺസിബിലിറ്റി കൂടെയാണ്. കാരണം നിങ്ങൾ ദിവസം തോറും എന്ത് ചെയ്യുന്നോ, എന്ത് റിപ്പീറ്റഡ്ലി നിങ്ങൾ തിങ്ക് ചെയ്യുന്നോ, എന്തിനാണ് നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുന്നത്, അതാണ് പതിയെ നിങ്ങളുടെ ബ്രെയിനെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിയൽ ക്വസ്റ്റ്യൻ ഇതാണ്: നിങ്ങൾ ഏത് തരം ബ്രെയിനെയാണ് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇന്ന് ഈ നിമിഷം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ചാനൽ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.